അത് നോക്കിക്ക്. അത് പഴയതാമേ. ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ്. നിങ്ങൾ ഗുഡ് മോർണിംഗ് ടൈമിലാണോ കാണുന്നത്? എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ടും കടലി. പുട്ടും കടല ഇപ്പോൾ ഡിഫോൾട്ടാണ് നമ്മുടെ എല്ലാ അവസരമൊക്കെ തന്നെ. ഇത് ഞാൻ ജീവിതകാലം ഫുൾ ഇങ്ങനെ തന്നെ കഴിക്കും. മോസ്റ്റ് പ്രോബ്ലി എൻ്റെ അവസാന നിമിഷം മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് തന്നെ ആയിരിക്കും കഴിക്കുന്നത്. ഇന്ന് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ ജിമ്മിൽ പോയില്ല, അപ്പോൾ ജിമ്മിൽ എന്തായാലും പോകണം. അതല്ലാതെ അച്ഛനുമായിട്ട് ബാങ്കിൽ പോകണം, അച്ഛൻ്റെ KYC ചെയ്യാൻ. പിന്നെ എന്തോ ബൈക്കിൻ്റെ ടയർ മാറണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അത് എഡിറ്റ് ചെയ്ത് തീർക്കണം. അപ്പോൾ എഡിറ്റ് ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് ബാക്കി സമയം കാണുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ആഹാരം കഴിക്കും. ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകാറ് നമ്മൾ പറഞ്ഞ ഏത്തപ്പഴം മേടിച്ചുകൊണ്ട് വരാം. ഏത്തപ്പഴത്തിൻ്റെ കൂടെ വേറെ എന്തോ ഉണ്ടായിരുന്നു, ഞാൻ മറന്നു. ഞാൻ ചോദിക്കട്ടെ. കണ്ടൻസർ ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടില്ലേ? ഇല്ലായിരിക്കും അല്ലേ? ഏത്തപ്പഴത്തിൻ്റെ കൂടെ ഇനിയും കുറച്ച് സാധനം ഉണ്ടായിരുന്നു മേടിക്കേണ്ടത്. എന്നാലും മേടിച്ചിട്ട് വരാം. വേറൊരു കാര്യം, എൻ്റെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ രണ്ടാമത്തെ ഗോൾഡൻ പ്ലേ ബട്ടനാണ്. എന്ത് ചെയ്യാനാണ്, അവർ വിളിച്ചിട്ടുണ്ട്, അവിടെ ഉണ്ടെന്ന് പറയാം. എന്നാലും പോയി മേടിക്കുക. ഞാൻ ഓൾറെഡി ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ മുമ്പിലോട്ടും പുറകിലോട്ടും ആവും. വേറെയും പ്ലേ ബട്ടനും കുറച്ച് കാര്യങ്ങളോട് കയറി വരുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ. കേസപ്പം സാധനം മേടിച്ചിട്ടുണ്ട്. അച്ഛൻ വന്നാ വീട്ടിൽ ICIC ബാങ്കിൽ പോകണ്ടേ? ഇപ്പം എത്ര മണിയായി? മണി 1 കഴിഞ്ഞു. 2 മണിയാകുന്നു. 2 1 അമ്മ വരട്ടെ, അങ്ങോട്ട് വരണം. ഞാൻ വരാം. നീ അമ്മേനെ നേരത്തെ പറഞ്ഞു വിട്ടോ. അച്ഛനെപ്പോ വരും? ഞാൻ 2:30 ആകുമ്പോൾ വരാം. അച്ഛൻ പോയിട്ട് വരാന്ന് കടയിൽ നിന്ന്. അച്ഛനോടെ കാക്കി വേണ്ടി ഇത് മിച്ചർ ഇട്ട് വെച്ചിരിക്കും. നീ എന്തിനാ റൂമിൽ കയറി വന്നത്? ഡാ, എന്തിനാ മോങ്ങുന്നത്? എടാ, നീ റൂമിൽ കയറി വന്ന് കഥക് തള്ളി തുറന്നിട്ട് AC ലീക്കാക്കി അതിനും ചാർജ് കൂട്ടി പിന്നെ പേരൊക്കെ പുറത്തു പോകണം. കഥക് തട്ടി വരുന്നുണ്ടെന്ന് അവൻ്റെ അച്ഛൻ്റെ വീടാണ്. കരയണ്ട. വെക്കോ. ഇന്നലെ തൊട്ട് നല്ല ബിസി ആയിരുന്നല്ലോ കക്ഷി. ഇന്നലെ അല്ലേ, എപ്പോഴും ബിസിയാണ്. എപ്പോഴും ബിസിയാണ്. ഇന്നലെ പിന്നെ അവരുടെ അമ്മയ്ക്കും വയ്യാത്തില്ല, അങ്ങനെയൊക്കെ കുറച്ച് ജോലി കൂടുതൽ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എന്റെ കസിൻ കല്യാണം കഴിഞ്ഞില്ലേ, അവരുടെ അമ്മയ്ക്ക് വയ്യ, കിടപ്പില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതും കുറച്ചുണ്ട് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ എന്തായാലും അമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പൊ ചെയ്യാൻ പോകുന്നത് കടയിലോട്ട് പോകുന്നു. കടയിൽ ഇച്ചിരി ബിസി ഉണ്ട്. കടയില് ബിസി. അമ്മ വീട്ടിലിപ്പോ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ തുണി മെഷീനിലും കഴുകി കയ്യും കൊണ്ടും കഴിയാം. അതൊന്നും വലിയ കാര്യമല്ല. നമ്മള് തുണി കഴുകുന്ന ഫുഡൊക്കെ അമ്മയ്ക്ക് വലിയ കാര്യമില്ല. അമ്മ കടയിലുള്ള കാര്യങ്ങൾ മാത്രം ബിസി സ്കെച്ച്. എനിക്ക് ആഹാരം കഴിക്കാനായിട്ട് ഞാൻ വേവിക്കുന്നതിന് അതെനിക്കൊരു അതൊന്നും കാര്യമില്ല. അതൊക്കെ എന്ത്, അതാണ് ഡെയിലി. ആരും വെയിച്ചില്ലാതെ അറിയേണ്ട ആവശ്യമില്ല. നമുക്കൊരു വിഷയമല്ല. അമ്മ എന്തോ ആഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. അത് ചോറ് നോക്കട്ടെ. ഞാൻ മുട്ട ഫ്രൈ ചെയ്തിട്ടില്ല. മത്തിക്ക് ഭയങ്കര വില. കടയിൽ പോവാണ്. കടയിൽ പോവാണെങ്കിൽ അച്ഛനെ പെട്ടെന്ന് വിടണം. അച്ഛനായിട്ട് എനിക്ക് ബാങ്കിൽ പോകാനുള്ളത്. ശരിയാണ്. അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനോട് ബാങ്കിൽ പോകാൻ പോവായിരുന്നു. പക്ഷെ പിന്നെയും മഴ തുടങ്ങി. ഇപ്പൊ ചെറുതായിട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അറിയില്ല. പോകുന്നവര് വേറൊരു സ്ഥലത്ത് കൂടി നിൽക്കുകയും കൂടി വേണം. മറ്റേ ആ കാർമലിന്റെ അവിടെ ആയിട്ട് അവിടെ നിന്ന് പോവാം. ഒരു കാര്യമാണ് അവിടെ ചെന്നിട്ട്. സ്കൂളിൽ പെട്ടെന്ന് പോയാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കാര്യമുള്ളൂ. മഴ കൂടിയല്ലേ, 2 പേര് ആഹാരം തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ വരുമ്പോ അപ്പൊ തന്നെ ആഹാരം ചോദിച്ചു മേടിക്കും. ഇനിയും മഴ കൂടി. എങ്ങനെ പോകുന്നറിയത്തില്ല. അപ്പൊ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോവാൻ ശ്രമിക്കുവാണ്. വാച്ച പോവാം. ബാങ്കിന്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു ഓൺലൈൻ ചെയ്യാർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവർ ഓഫ്ലൈൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ് ഒക്കെ മേടിച്ചു. അച്ഛൻ്റെ 2 പാൻ കാർഡ് ഉള്ളതായിരുന്നു. അതിനകത്തുനിന്ന് ഒരു പാൻ കാർഡ് അവർ മേടിച്ചിരിക്കുക. ഇനി പാൻ കാർഡ് ഉണ്ടാക്കണ്ടായിരുന്നു. അച്ഛൻ കൊണ്ട് കളഞ്ഞോണ്ട് ഉണ്ടാക്കാന്ന്. ഇത് പാൻ കാർഡ് ഇല്ലല്ലോ അച്ഛൻ. ഒരു കോപ്പിയേ ഉള്ളൂ. ഇനി പുതിയൊരു കോപ്പി അച്ഛൻ മേടിക്കും. പുതിയ കോപ്പിയല്ല, പുതിയ പാൻ കാർഡ് റീഇഷ്യൂ ചെയ്യേണ്ടി വരും. കൊറിയറിന്റെ ഞാൻ ഷോപ്പിൽ വന്നു. മഴ കൂടിക്കൊണ്ടിരിക്കുക. ആരുമില്ലേ? അവിടെ ഇരിക്കുന്നത് എൻ്റെ തന്നെ. അച്ഛനൊക്കെ പറയാത്തോണ്ട് ചിലപ്പോൾ സർപ്രൈസ് ആയിരിക്കും. ചിലപ്പോ കാണിക്കുമ്പോ അറിയാം. എന്റെ രണ്ടാമത്തെ ഗോൾഡനാ. ഇതും വീട്ടിന്റെ മൂലയ്ക്ക് കൊണ്ട് വെക്കണല്ലേ? അതല്ല, വീടിന്റെ ബോക്സിലേക്ക് പിന്നെ അൺബോക്സിങ് വൈകുന്നേരം ചെയ്യും. ഇതെന്തോ പോസ്റ്റ് കൂടി കിടക്കുന്ന. ഇത് നീ അമ്മ വരാനത്ത് തുറക്കാം. നീ ഓർമ്മയുടെ തരത്തിൽ നമ്മളിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഇമോജി വെച്ചായിരുന്നു, ഒരു $സൈനിന്റെ. അതിനകത്ത് കാണണം. കണ്ടില്ലെങ്കിൽ ഒരു വിഷം. എന്റെ എല്ലാം ഇതിനകത്തും ഉണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് മാത്രം ഇല്ലായിരിക്കും. ശരിയല്ലോ. മഴ പെയ്യുന്നില്ല, പെട്ടെന്ന് ജിമ്മിൽ പോവാം. പിന്നെ അവൻ അതിന്റെ ഇടക്ക് പോയി ഉറങ്ങുന്നത്. സ്വന്തമായിട്ട് പുതക്കുന്നതാണ് ഇത്. ഇങ്ങോട്ടാ. ആ ടയറിനെ ഇന്ന് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ അതിന് പകരം ഞാൻ സർപ്രൈസിന് മേടിക്കേണ്ട സാധനം ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈൻ മറ്റേ ഞാൻ പറഞ്ഞ മോഡൽ നമ്പർ ഇല്ല. എനിക്ക് താല്പര്യമുള്ള മോഡൽ തന്നെ എനിക്ക് വേണം. അപ്പോൾ അതവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് വരത്തില്ല. നമ്മൾ അത് തന്നെ എടുക്കത്തുള്ളൂ. എന്തായാലും അത് മറ്റന്നാളത്തേക്ക് വരും. ചെറുതായിട്ട് ഡൗട്ട് അടിച്ച് തുടങ്ങുന്നുണ്ട് ആൾക്കാർക്ക്. അങ്ങനെ ഞാൻ ജിമ്മിലെത്തി. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഫുൾ എക്സസൈസ് ചെയ്യും. അതൊക്കെ അത്രേ ഉള്ളൂ.
രാവിലെ പോകാത്ത കൂട്ടുകാരും കൂടി ഉള്ളപ്പോൾ കുറച്ചുകൂടി സ്ട്രെച്ചാണ് ടൈം. ഇതിപ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യുമായിട്ട് ഞാൻ അറിയത്ത പോലില്ല, സോണിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ പൈസ കിട്ടി കേട്ടോ, എല്ലാ മാസം ഈ ഒരു സമയമാകുമ്പോഴേ കിട്ടും. ഞാൻ എന്ന് തൊട്ട് ജോലിക്ക് കയറി, യൂട്യൂബിലല്ല, എന്ന് തൊട്ട് കോളേജ് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറി, അന്ന് തൊട്ട് ശമ്പളം കിട്ടി 3 ദിവസം കഴിയുമ്പോൾ തന്നെ പൈസ കിട്ടും. അത് തന്നെ എപ്പോഴും നടക്കുന്നത്. യൂട്യൂബിൻ്റെ കുറച്ചുകൂടി കൂടുതൽ പൈസ കിട്ടിയിട്ട് വേണം ഇതിനെക്കാട്ടിലും കിടിലൻ വീഡിയോസ് ഉണ്ടാക്കുക. ഇപ്പോൾ ഉണ്ടാക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഉണ്ട് ചിലതൊക്കെ എനിക്കത് ഓർത്തിട്ട് തന്നെ നല്ല എന്താ പറയുക ചിരിയായിരുന്നു, അത്രയ്ക്ക് രസമായിരിക്കും ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു വിറ്റും കൂടി ഉണ്ട് കേട്ടോ, ഈ വീഡിയോക്കകത്ത് ഞാൻ ഗോൾഡൻ പ്ലേ ഔട്ട് കിട്ടുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നാളെ വരും. നാളെ വരുമ്പോൾ തന്നെ ജിമ്മിലുള്ള ആൾക്കാർ അറിയും, അവർ പിന്നെ കേക്ക് മുറിക്കാൻ വേണ്ടി തന്നെ പിന്നെയും വിളിക്കും. ലാസ്റ്റ് ടൈം വിളിച്ചപ്പോൾ പൊന്നാടയൊക്കെ അണിയിച്ച് ദൈവമേ എന്തായിരുന്നത്, എനിക്ക് എന്ത് വിളക്കായിരുന്നു ലാസ്റ്റ് ടൈം. ഇപ്രാവശ്യം ഒരു വില്ലേ വിളിക്കും, ഇപ്രാവശ്യം അതൊന്നും സംഭവിക്കായിരുന്നാൽ മതി. പൊന്നാടയൊന്നും എനിക്ക് വേണ്ട. ലാസ്റ്റ് ടൈം ഒരു കേക്ക് അവർ മുറിച്ചു, അപ്പോൾ എല്ലാവർക്കും ചെറിയ ചെറിയ പീസ കിട്ടിയത്. അപ്പോൾ ഞാൻ ഒരു കേക്കും കൂടി എൻ്റെ ഭാഗത്ത് ഞാൻ മേടിക്കും, അപ്പോൾ പിന്നെ വലിയ വലിയ എല്ലാവർക്കും പീസ് കിട്ടും. കിടിലായിരിക്കും മനെ. ആരാണ് വന്നിരിക്കുന്നത്? ആരെവിടെ? മാതാശ്രീ നിങ്ങളാണോ? എന്താ വന്ന ഉടനെ ഫോണിൽ കുത്തി കളിക്കുവാണ് അമ്മ? ഫോണിൽ കുത്തി കളിക്കുവാണ്. എനിക്ക് ഉണ്ടമ്മ, എനിക്ക് ദണ്ണമുണ്ട്. ഇയാളൊരു സ്റ്റിക്കർ അയച്ചു തന്നായിരുന്നു. സ്റ്റിക്കർ അയച്ചു തന്നെ. അപ്പൊ ഞാൻ ആ സ്റ്റിക്കർ ഒന്ന് നോക്കുവായിരുന്നു. എന്റെ കസിന്റെ കല്യാണം അല്ലായിരുന്നു, അപ്പൊ അതിന്റെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ട ഈ സെയിം ഫോട്ടോ തന്നെ സ്റ്റിക്കർ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് പൊക്കത്ത്. ഐഫോണിൽ ജസ്റ്റ് വേറെ നോക്കി പിടിച്ചാൽ മതി, അല്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അമ്മേ അമ്മേ അവക്ക് ആ സ്റ്റിക്കർ അയച്ചു കൊടുത്ത കണ്ടെന്ന് പോയി. പോട്ടെ അമ്മയെ കെട്ടുവാ അത് നോക്കിക്ക്. അത് പഴയതാമേ. എന്താ കണ്ട ഒറ്റടിക്ക്. അയ്യോ പാവം. ഇന്ന് കിട്ടിയതാ. ഇത്രയും തുള്ളേണ്ട ആവശ്യമൊന്നും ഇല്ലമ്മേ. അത് ഗോൾഡ് കൊണ്ട് ഉരുക്കിയിട്ട് പൈസ കിട്ടിയാ പിന്നെ ഉണ്ടായിരുന്നു. എന്താ അയ്യോ വേണ്ട. അമ്മ പറയുന്ന പുതിയ വീടാകുമ്പോ ഇതെല്ലാം തൂക്കിയിടാന്ന്. അപ്പൊ ഇപ്പൊ ഉള്ളതൊക്കെ എവിടെ തൂക്കിടക്കുന്ന കാണണം. ഒരെണ്ണം ഇപ്പൊ മുമ്പിൽ ഇരിക്കുന്നത്, അതല്ലാതെ ബാക്കിയുള്ള കാണിച്ചിട്ടാണ്. കമ്പ്യൂട്ടറിന്റെ ഇങ്ങനെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ദേ ഒരു ഗോൾഡൻ, ദേ സിൽവർ, ദേ ഇനിയും കുറെ സിൽവർ താഴത്തോട്ട്. 4 ഇവിടെ തന്നെ കിടക്കുന്നു മൂലക്ക്. ഈ മൂലക്ക് അടിച്ച് ഇട്ടിരിക്കും ഓരോ സാധനങ്ങൾ. ഇടക്കി വെക്കാം. ഇനി പുതിയത് അവിടെ തന്നെ പോകും പുറകിലോട്ട്. അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛനാണ് മുറിക്കുന്നത്. അതിനകത്ത് വല്ലതും ഇമോജി കണ്ടാ മതി. ഉണ്ട് ഇമോജി ഉണ്ട് ഇവിടെ. കണ്ട ബുക്കും പേന നഴ്സറിലോട്ട് പഠിക്കാൻ വിടുന്നത്. ബുക്കും പേനയൊക്കെ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയത്. ഇനി മുതൽ പൈസ ഉണ്ടാക്കണമെന്നുള്ള സിമ്പിളാണത്. അച്ഛൻ മുറിച്ച് അച്ഛൻ ഒറ്റടിക്ക് പോകുന്നു. അച്ഛനൊന്നും വലിയ ഇതേ ഇല്ല. ഏതാണ്ട് മത്തിയും മീനും 1 കിലോ മേടിച്ചോണ്ട് വന്ന് വലിയ കാര്യമൊന്നും ഇല്ലാത്ത കണക്കാടുന്നല്ലേ. ഗോൾഡ് പ്ലേ ബട്ടൺ ഉണ്ട് മലയാളം ചാനലിലെ. ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നു. 1 വർഷം പോലും ആയില്ല എനിക്ക്. ഈ വർഷം എനിക്ക് കിട്ടിയ പ്ലേ ബട്ടൺ എണ്ണം 3, 4, 5 പ്ലേ ബട്ടൺ ഈ വർഷം. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 5 പ്ലേ ബട്ടൺ. ഇനി എനിക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇനി അടുത്ത 1 വർഷം കഴിയുമ്പോൾ ഒരു ഡയമണ്ട് കിട്ടും എനിക്ക്. ഹിന്ദി ചാനലിനകത്ത് 1.5 വർഷത്തിൽ ഡയമണ്ട് കിട്ടും. ഈ റെക്കഗ്നിഷൻ ഒക്കെ കിട്ടിക്കൊണ്ടേ ഇരിക്കും. ഇങ്ങനെ സാധനമൊക്കെ ഞാൻ വീട്ടിൽ തൂക്കിയിടാം. പക്ഷെ വേണ്ടത് എനിക്ക് പൈസയാണ്. 5,000, 6,000 കണക്ക് മാറി 50,000, 1 ലക്ഷത്തിന്റെ കണക്കാണ് എന്റെ വീഡിയോക്കകത്ത്. അപ്പൊ എന്തായാലും പൈസ വരട്ടെ, എന്നാലും നമുക്ക് മറ്റേ വലിയ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് കുറെ പ്ലാൻസ് ഉണ്ട്. ഒരു സ്റ്റുഡിയോ ഒക്കെ മേടിച്ചിട്ട് തകർപ്പം വീഡിയോ ആയിരിക്കും. 24 അർജുന്റെ ഇയർ ആയിരുന്നു. നെക്സ്റ്റ് 25 ഇയർ വെച്ചടി നെക്സ്റ്റ് 25 ഇയർ 25 അല്ലേ? ഞാൻ 50 വയസ്സാവല്ലോ. 25. ഓ അടുത്ത വർഷമാണ്. ഞാൻ 25 വർഷം ഞാൻ യൂട്യൂബ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. 25ാമത്തെ വർഷം നിനക്ക് സക്സസിലോട്ട് എത്തും. ഇനി മുതൽ പൈസ നമ്മൾ ഉണ്ടാക്കും. അതിന്റെ സിമ്പിൾ ആണിത്. ഇതൊരു ഇലക്ഷൻ തീർന്നിട്ട് എന്റെ ഈ സിമ്പിൾ വോട്ടിന്റെ പോകാത്ത എന്താണ്? കൊള്ളാം. അച്ഛൻ വന്നില്ല, അതിന് മുമ്പ് അവന്മാർ 2ാമത്തെ ആഹാരം മേടിച്ചു. ഇത്ര തീറ്റി മാത്രമല്ലടാ, ഞാൻ തീറ്റി ചോദിച്ചാലും വലുതായിട്ട് തിന്നാറില്ല ഞാൻ. പിന്നെ അവൻ വെള്ളം കുടിക്കാൻ പോയി. അവൻ ആയുധം നിറച്ചോണ്ടിരിക്കുക. ഇനി മൂത്രം ഒഴിക്കാൻ. അതെന്താണ്? ഗട്ടർ വെള്ളമാണ്. മുന്തിരി ജ്യൂസാണ്. അതിന് വശപ്പശ കളർ. അത് വശപ്പശക് ഒരു വശപ്പശകും ഇല്ല. മധുരം ഒന്നും ഇല്ലല്ലേ? ആ ഗോൾഡ് എടുത്ത് ഉരുക്കി, ഞാൻ പറയുന്നല്ലോ ഉരുക്കി എടുക്കുന്നു. പൈസയുടെ ആവശ്യമുണ്ട്. ഉരുക്ക് നേരെ കൊണ്ട് വല്ല ആളുടെ കൊടുക്ക്, ഭീമെ കൊടുത്ത്, ഭീമെ കൊണ്ട് ഉരുക്ക്. പോകുമ്പോ ഭീമെ പോയിട്ട് നെക്ലസ് വാങ്ങണം. ആര്? ഭീമെ
കിടുവായിരിക്കും. കിടുവാകണ്ട, തൽക്കാലം നേരത്തെ നിൽക്കുമ്പോ വാങ്ങും മോനെ, വാങ്ങും. വാങ്ങും വേറെ ആൾക്കാർ വാങ്ങും, നമ്മൾ നോക്കി നിൽക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വെള്ളമാ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്. ഈ കാണാൻ എന്തോണൊക്കെ ഇരിക്കുന്ന മഗ് ആർമിക്കകത്ത് കിട്ടുന്നത് കേട്ടോ.